നമസ്കാരം. കോവിഡ് ജില്ലാ റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. തുടർച്ചയായി 11 ദിവസങ്ങളിൽ 100 കോവിഡ് രോഗികളിലധികം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മുടെ അടുത്തേക്ക് ആശങ്ക അരിച്ചെത്തുന്നു എന്നുള്ള തോന്നലാണ്. ദൂരെ എവിടെയോ കേട്ടിരുന്ന കോവിഡ് വൈറസ് അത് കൂടുതൽ നമ്മുടെ അടുത്തേക്ക് അരിച്ചെത്തുകയാണ്. അതിൻ്റെ ആശങ്ക സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുണ്ട്. ഈ റിപ്പോർട്ടുകളിലേക്കെല്ലാം വളരെ വിശദമായി തന്നെ ഓരോ ജില്ലകളിലെയും സാഹചര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും അധികം കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഏറ്റവും അധികം കോവിഡ് ബാധിതർ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂരിൽ ഇപ്പോൾ 177 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. വിവിധ ആശുപത്രികളിലായി 19,337 പേർക്കാണ് ഇതുവരെ നിരീക്ഷണത്തിൽ കഴിയേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. ആശുപത്രികളിൽ 186 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. വീടുകളിലാണ് ഏറ്റവും അധികം പേർ നിരീക്ഷണത്തിൽ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 26 പേർക്കാണ് ഇന്നലെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 445 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇനി ലഭിക്കാനുള്ളത്. ജില്ലയുടെ ഒരു സാഹചര്യം സുവി വിശ്വനാഥ് വിശദീകരിക്കും. സുവി, ഏറ്റവും അധികം ആരോഗ്യ പ്രവർത്തകർക്ക് അതേപോലെ തന്നെ കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഒക്കെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, സമ്പർക്കത്തിലൂടെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജില്ല. അതോടൊപ്പം തന്നെ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ അവിടെ KSRTC ജീവനക്കാർക്ക് അല്ലെങ്കിൽ കണ്ടക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജില്ല എങ്ങനെയാണ് ഈ കാര്യത്തെ ഇന്ന് നേരിടാൻ പോകുന്നത്? എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണെന്ന് ജില്ലയിൽ നടക്കുന്നത്? സുരേഷ്, അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർന്നു വന്നിരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ജില്ലയിൽ തുടരും. നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ് കൂടുതൽ. അതായത് 12 പ്രദേശങ്ങളാണ് നിലവിൽ തൃശൂർ ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 26 പേർക്കാണ്. അതിൽ 15 പേരും വിദേശത്തു നിന്ന് വന്നവരാണ്. ഒപ്പം 9 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. സമ്പർക്കത്തിലൂടെ ഇന്നലെയും 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അവർ കോർപ്പറേഷൻ ജീവനക്കാർ തന്നെയാണ്. വടക്കാഞ്ചേരി സ്വദേശിയായ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ ചേർപ്പ് സ്വദേശിയായ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ 15-ാം തീയതി മന്ത്രി VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇവരെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇതായത് തൃശൂർ കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് 10ഓളം പേർക്ക് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ ജൂൺ മാസത്തിൽ ആണ് തൃശൂർ ജില്ലയിൽ സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് ജൂൺ 30 ഈ 30 ദിവസത്തിനകം 50ഓളം പേർക്ക് ജില്ലയിൽ സമ്പർക്ക കേസുകൾ. അത് തന്നെയാണ് സുവി തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. സുവി പറഞ്ഞതുപോലെ തന്നെ 30 ദിവസത്തിനിടയിൽ 50ഓളം പേർക്ക് ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം വരുന്നു. ഇതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. കണ്ണൂർ വിമാനത്താവളമാണ് ഇതിന്റെ ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. 9 CISF ജീവനക്കാർക്കാണ് അവിടെ രോഗം ബാധിച്ചിട്ടുള്ളത്. ഇതുവരെ ഇപ്പോൾ 179 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ 21,820 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നത് 320 പേരാണ്. ബാക്കിയുള്ളവർ എല്ലാം തന്നെ ഏതാണ്ട് 21,500 പേർ വീടുകളിലാണ് കഴിയുന്നത്. ഇന്നലെ 14 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. 9 CISF ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യം. മനു ഭരത്താണ് ജില്ലയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഒരുപക്ഷെ വലിയ ആശങ്ക കണ്ണൂർ വിമാനത്താവളം അതേപോലെ തന്നെ അവിടുത്തെ സുരക്ഷാ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് കണ്ണൂർ ഇന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗങ്ങളും മറ്റും നടക്കുന്നത്? സുരേഷ്, ഈ CISF ജവാന്മാർ അവരുടെ ബാരക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ തുടരുകയാണ്. അവിടെയാണ് ഇന്നലെ 9 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നേരത്തെ അവിടെ ഒരു 18ഓളം പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. അപ്പം അവിടെ തന്നെ ഇപ്പോൾ 27 പേർ COVID-19 ബാധിതരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശം വലിയ തോതിൽ ഒരു ജാഗ്രത വേണ്ട കേന്ദ്രം, ഒരു പ്രത്യേക ക്ലസ്റ്ററായി തന്നെ പരിഗണിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അവിടെയുള്ള എല്ലാവരോടും വളരെ കൃത്യമായി ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന CISF ഉദ്യോഗസ്ഥന്മാരുടെ ക്വാറന്റൈൻ കാലാവധി നേരത്തെ തന്നെ നീട്ടിയിരുന്നു. മാനദണ്ഡങ്ങളെല്ലാം കർശനമായി പാലിക്കണം. നേരത്തെ അത് 14 ദിവസമായിരുന്നു അവർ ക്വാറന്റൈനിൽ തുടർന്നിരുന്നത്. ഇപ്പോൾ അത് 28 ദിവസമായി നീട്ടിയിരിക്കുന്നു. അത് വളരെ കർശനമായി പാലിക്കണം എന്ന നിലപാടും
എടുത്തിട്ടുണ്ട്. ഇന്ന് 3 വാർഡുകൾ കൂടി ഇന്ന് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി, അതുപോലെ ചെമ്പിലോട്, പാട്യം പഞ്ചായത്തുകളിലായുള്ള 3 വാർഡുകൾ കൂടി ഇന്ന് കണ്ടെയ്ൻമെന്റ് സോണിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ തില്ലങ്കേരി, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ അവിടെയെല്ലാം മുഴുവൻ വാർഡുകളിലും നിയന്ത്രണം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. അതുപോലെ കണ്ണൂർ നഗരസഭയിൽ ഈ 48, 51, 52 വാർഡുകളിൽ വളരെ ശക്തമായ നിയന്ത്രണത്തിന് ഇളവ് നൽകിയിരിക്കുന്നു. പക്ഷെ അത് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടും. നേരത്തെ പൂർണ്ണമായി അടച്ചിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിൽ മാറ്റമുണ്ടാകും എന്നാണ് അതാണ് മനു. കണ്ണൂർ വിമാനത്താവളം തന്നെയാണ് മനു പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക ഒരു ക്ലസ്റ്റർ ആയിട്ട് കാര്യങ്ങൾ അവിടെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർ ആലോചിക്കുന്നത്. ഇനി സംസ്ഥാനം ഒരുപക്ഷെ ഏറ്റവും അധികം ആശങ്കയോടുകൂടി കാണുന്ന ഒരു ജില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ എടപ്പാൾ, പൊന്നാനി പ്രദേശങ്ങൾ, അവിടെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം, KSRTC ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം. മലപ്പുറത്തിൻ്റെ ഒരു കണക്കാണ് 235 പേർക്ക് 200-ന് മുകളിൽ കോവിഡ് ബാധിതരുള്ള സംസ്ഥാനത്ത് ഏക ജില്ല ഇപ്പോൾ മലപ്പുറമാണ്. 235 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ 29,860 പേര് നിരീക്ഷണത്തിലാക്കിയിട്ടുള്ള സാഹചര്യം. അതേപോലെ തന്നെ ആശുപത്രിയിൽ കഴിയുന്നത് 354 പേരാണ്. 29,506 പേർ നിരീക്ഷണത്തിൽ വീടുകളിൽ കഴിയുന്നുണ്ട്. 13 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. എണ്ണത്തിൽ ഈ കുറവുണ്ടെങ്കിൽ പോലും മലപ്പുറത്തിൻ്റെ, പ്രത്യേകിച്ച് പൊന്നാനിയുടെ കാര്യമൊന്നും അത്രത്തോളം ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന സാഹചര്യമല്ല. CV അനുമോദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അനുമോദ്, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് പൊന്നാനിയിൽ, അതേപോലെ തന്നെ എടപ്പാളിൽ KSRTC ഡ്രൈവർക്കും അതേപോലെ തന്നെ ജീവനക്കാർക്കും ഒക്കെയുള്ള നിരീക്ഷണം, അതോടൊപ്പം തന്നെ ആശുപത്രി ഡോക്ടർമാരുടെ സാഹചര്യം, ഇങ്ങനെ വലിയൊരു ആശങ്കയിലാണോ ഇപ്പോൾ മലപ്പുറം? മലപ്പുറത്തിന് ഇനി വരാനിരിക്കുന്ന ഫലങ്ങളാണ് ഏറ്റവും ആശങ്ക നൽകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റാൻഡം സാമ്പിളിംഗ് പരിശോധന നടത്തിയാണ് എടപ്പാൾ വട്ടംകുളം മേഖലയിൽ ഇത്രയും അധികം പേർക്ക് സമ്പർക്കത്തിലൂടെ അസുഖം സ്ഥിരീകരിച്ചത്. ആ സാഹചര്യത്തിലാണ് പൊന്നാനി താലൂക്ക് മുഴുവൻ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിയിട്ടുള്ളതും പ്രദേശത്ത് റാൻഡം സാമ്പിളിംഗ് 1500 പേർക്ക് തുടങ്ങിയിട്ടുള്ളതും. ആദ്യം ഈ പരിശോധന തുടങ്ങിയത് ഇപ്പോൾ നേരത്തെ അസുഖം സ്ഥിരീകരിച്ച ഡോക്ടർ ജോലി ചെയ്തിരുന്ന എടപ്പാൾ ആശുപത്രിയിലാണ്. അവിടെ അദ്ദേഹത്തിന്റെ ചികിത്സയിലായിരുന്ന രോഗികൾ, അവരുടെ കൂട്ടിയിരിപ്പുകാർ തുടങ്ങിയവർക്കാണ് ഇപ്പോൾ റാൻഡം സാമ്പിളിംഗ് നടത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഇന്ന് ശുഭപുരം ഹോസ്പിറ്റലിലെയും അതുപോലെ ഒട്ടംകുളം പ്രാഥമികാരോഗ്യ ജീവനക്കാർക്കായിരിക്കും നടത്തുക. ഇവരുടെ എല്ലാം ഫലം വന്നതിന് ശേഷമായിരിക്കും ഇതിന്റെ അടുത്ത ഘട്ടം അവർ ഈ ആശുപത്രികളിൽ നടത്തുക. എന്നാണെങ്കിലും വലിയ ഒരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം 2 ഫലങ്ങളാണ്, രണ്ട് ഫേസിലുള്ള ഫലങ്ങളാണ് ഇപ്പോൾ എടപ്പാൾ വട്ടംകുളം മേഖലയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇനിയും ഒരു 3rd ഫേസിന്റെ ഫലം പുറത്തു വരാനുണ്ട്. ഇതും എത്രമാത്രം ആശങ്ക നൽകുന്നതാണെന്നാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മേഖലയിൽ ഈ പൊന്നാനിക്ക് പുറമെ ജില്ലയിൽ മറ്റു പലയിടത്തും റാൻഡം സാമ്പിളിംഗ് നടത്താനുള്ള ശ്രമവും ജില്ലാ ഭരണകൂടം തുടങ്ങിയിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ട് നിയമലംഘനങ്ങൾ, അതായത് നിരീക്ഷണങ്ങളും ജാഗ്രതകളും ഒന്നും തന്നെ പാലിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും ആൾക്കൂട്ടങ്ങളും ഒക്കെ കൂടുന്ന സാഹചര്യത്തിൽ 144 നിരോധനാജ്ഞ കൊണ്ടുവരുന്ന കാര്യവും ജില്ലാ ഭരണകൂടം അതാണ് അനുമോദ്. കാരണം ആളുകൾ ഈ പറയുന്നത് പലതും അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പോലീസ് ആണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ഒക്കെ 144 അഥവാ നിരോധനാജ്ഞയിലേക്ക് പോകുന്നത്. കാരണം ഇത്രയ്ക്ക് വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും, ഉറവിടമറിയാത്ത കേസുകൾ വർദ്ധിക്കുമ്പോൾ പോലും ആളുകൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കുന്നില്ല. ഏതായാലും മലപ്പുറത്ത് വ്യാപകമായ പരിശോധന നടത്താൻ പോകുകയാണ്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന പത്തനംതിട്ടയിൽ 179 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലത്തെ ഇതുവരെയുള്ളൊരു കണക്കനുസരിച്ച് 5340 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 175 പേര് ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. വീടുകളിൽ 5165 പേർ കഴിയുന്നു. 13 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഇതാണ് പത്തനംതിട്ടയിൽ ആശങ്കപ്പെടുത്തുന്നത്. കാരണം പത്തനംതിട്ടയിൽ പുതിയ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഇതിൽ 16 പേർ പുതുതായി നിരീക്ഷണത്തിൽ കഴിയുന്ന അവസ്ഥയുമുണ്ട്. ഏതായാലും പത്തനംതിട്ടയിൽ നിന്നും ടിറ്റോ തങ്കച്ചനാണ് വിവരങ്ങൾ നൽകുന്നത്. ടിറ്റോ, ഓരോ ദിവസവും രോഗികളുടെ എണ്ണം കൂടുന്നു. അതൊരു വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ പത്തനംതിട്ടയിൽ? പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 13 പേർക്കാണ് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3 പേർ ഡൽഹിയിൽ നിന്നും 2 പേർ മഹാരാഷ്ട്രയിൽ നിന്നും വന്നവരാണ്. മഹാരാഷ്ട്രയിൽ നിന്നും വന്നവർ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അതുപോലെ കുവൈറ്റ്, UAE, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും വന്ന 2 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. സൗദി, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നും വന്ന ഓരോരുത്തർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇന്നലെ ആർക്കും രോഗം ഭേദമായിട്ടില്ല. ഏതാണ്ട് 435 പ്രവാസികൾ 2 ദിവസത്തിനിടെ ജില്ലയിലേക്ക് മടങ്ങിയെത്തിയ ഒരു സാഹചര്യമുണ്ട്.
അതുപോലെ സ്പെഷ്യൽ ട്രെയിനുകളിലും നിരവധി പേരാണ് ജില്ലയിലേക്ക് വരുന്നത്. 1000-ലധികം പേരുടെ പരിശോധനാ ഫലങ്ങൾ ഇനിയും ജില്ലയിൽ ലഭിക്കാനുണ്ട്. ഈ പരിശോധനാ ഫലങ്ങൾ വരുമ്പോൾ ജില്ലയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നതിനുള്ളൊരു സാധ്യതയാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും കോവിഡ് വ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇപ്പോൾ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെ വരിക, അതുപോലെ സാമൂഹിക അകലം പാലിക്കാതെയുള്ള ഒത്തുകൂടൽ, വാഹനത്തിൽ അനുവദിച്ചതിലും അധികം ആളുകളെ കയറ്റുക, അതുപോലെ രാത്രിയിലുള്ള യാത്ര, ഇതിനെല്ലാമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശം അദ്ദേഹം പോലീസ് സ്റ്റേഷന് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇത് ശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ചു. അത് തന്നെയാണ് ശക്തമായി സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ് പോലീസും പത്തനംതിട്ടയിൽ നിന്നും നൽകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ മലപ്പുറം ജില്ല 200-ന് മുകളിൽ കേസുകളുള്ള ജില്ലകളിലൊന്ന്. മലപ്പുറത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത്. പാലക്കാടും വലിയ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയാണ് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. 268 പേർക്കാണ് ഇതുവരെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പാലക്കാട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ തമിഴ്നാടാണ് ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് പാലക്കാടിനെ ആശങ്കപ്പെടുത്തുന്നത്. ആകെ 11,358 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇതിൽ 292 പേരും ആശുപത്രികളിലാണ്. 11,066 പേരാണ് വീടുകളിൽ കഴിയുന്നത്. ഇന്നലെ 12 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേരുടെ രോഗം ഭേദമായി. അതോടൊപ്പം തന്നെ രോഗം ബാധിച്ചവരിൽ 4 വയസ്സുകാരിയുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൊച്ചുകുട്ടിക്ക് പോലും രോഗം സ്ഥിരീകരിക്കുന്നു. പാലക്കാട് നിന്നും പ്രസാദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രസാദ്, 4 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടും എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ ജില്ല തയ്യാറെടുക്കുന്നത് പ്രസാദ്? സുരേഷ്, ജില്ലയിൽ ഈ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികൾ ശക്തമായി തന്നെ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ വരവ് പരിശോധനകളോടുകൂടി തന്നെ നടത്തുക എന്നുള്ളതാണ്. ഇതിൽ വാളയാർ വഴിയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ പാലക്കാടിൽ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് മീനാക്ഷിപുരം പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ആളുകൾ ഊടുവഴികളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പോലീസിന്റെ കാവൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ, പ്രധാന റോഡുകളിലെല്ലാം തന്നെ പോലീസ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഊടുവഴികളിലൂടെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. ഇത് ശക്തമാക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 12 പേർക്കാണ്. ഇതിൽ 8 പേരും വിദേശത്ത് വന്ന ആളുകളാണ്. ഒരാൾ സമ്പർക്കം മൂലവും രോഗം വന്നിരുന്നു. പക്ഷേ ഈ സമ്പർക്കത്തിന്റെ ഉറവിടം വ്യക്തമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. ഇന്നലെ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച ആൾക്ക് അവരുടെ ഖത്തറിൽ നിന്ന് വന്ന ഭർത്താവിന് ജൂൺ 23-ന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. മറ്റൊന്ന്, ഇനി 1100-ഓളം പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 706 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചിരുന്നു. ഇന്നും അത്തരത്തിൽ പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രസാദ്. അത്രയും ഫലം വരുമ്പോഴേക്ക് സ്വാഭാവികമായും കൂടുതൽ പേർക്ക് രോഗമുണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് പാലക്കാട് ജില്ലയിലെങ്കിൽ. കൊല്ലത്ത് 181 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 9,571 പേർ ഇതുവരെ നിരീക്ഷണത്തിൽ കഴിയുന്നു. ആശുപത്രികളിലും വീടുകളിലുമായിട്ട് ആശുപത്രിയിൽ കഴിയുന്നത് 202 പേരാണ്. വീടുകളിൽ കഴിയുന്നത് 9,363 പേരാണ്. കൊല്ലത്തു നിന്നും വിവരങ്ങളുമായി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഡോക്ടർമാരടക്കം 55 പേർ മെഡിക്കൽ കോളേജിൽ ക്വാറന്റൈനിൽ പോകേണ്ട സാഹചര്യം. സ്വാഭാവികമായും ആരോഗ്യ പ്രവർത്തനത്തെ പോലും അത് ബാധിച്ചെന്ന് വരാം. എന്താണ് കൊല്ലത്തെ സാഹചര്യം വിനോദ്? സുരേഷ്, കായംകുളം സ്വദേശിയായ 65-കാരന്റെ ഒരു രോഗസ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട സങ്കീർണാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ആദ്യം അദ്ദേഹം ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയ്ക്കെത്തിയത്. അവിടെ നടത്തിയ സ്രവ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ഈ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ 55 പേരാണ് ഇപ്പോൾ ക്വാറന്റീനിൽ പോയിട്ടുള്ളത്. സ്വകാര്യ മെഡിക്കൽ കോളേജാണ്. അതോടൊപ്പം തന്നെ ഈ 65-കാരന്റെ നില ഗുരുതരമായി തുടരുന്നു. അദ്ദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം പ്ലാസ്മ ചികിത്സ നടത്തിയിരുന്നു. നിരവധി രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മകൾക്കും ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കായംകുളം സ്വദേശികളായാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നത് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. രോഗം എവിടെ നിന്ന് കിട്ടി എന്നതും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലൊരു സങ്കീർണമായ സാഹചര്യം ഈ രോഗിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കൊല്ലത്തെ സാഹചര്യം അതാണെങ്കിൽ കോഴിക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ
കോഴിക്കോടും വയനാടും ഒക്കെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അല്പം ആശ്വാസമുള്ള ജില്ലകളെന്ന് പറയുന്നത്. 89 പേർക്കാണ് ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിരീക്ഷണത്തിൽ കഴിയുന്നത് വലിയ സംഖ്യ 19,072 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 184 പേരാണ് ആശുപത്രികളിൽ കഴിയുന്നത്. 18,888 പേരും വീടുകളിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇതാണ് കോഴിക്കോടിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. കോഴിക്കോട് സ്വാഭാവികമായും കോഴിക്കോടാണെങ്കിലും വയനാടാണെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യം. എസ് വിനേഷ് കുമാറാണ് കോഴിക്കോട് നിന്നും ചേരുന്നത്. വിനേഷ്, ഈ ഒരു ചെറിയ കണക്ക്, 100-ൽ താഴെയുള്ള കണക്കെന്ന് പറയുന്നത് ആശ്വാസം നൽകുന്നത് തന്നെയാണോ കോഴിക്കോടിന്, അതോ കൂടുതൽ ഫലങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരാനുണ്ടോ വിനേഷ്? സുരേഷ്, കോഴിക്കോടിന് വലിയ ആശ്വാസത്തിനുള്ള വകയില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരാൾ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വിപുലമായ ഒരു സമ്പർക്ക പട്ടിക ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ അത് കണ്ടെത്താനോ അദ്ദേഹത്തിൻ്റെ ഉറവിടം കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് കൂടി നടത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് കൂടി നടത്തി അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമായിരിക്കും സ്ഥിരീകരിക്കുക. എങ്കിൽ പോലും ഇപ്പോൾ പോസിറ്റീവ് ആണെന്നുള്ള സ്ഥിരീകരണം വന്നൊരു സാഹചര്യത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഉറവിടം കണ്ടെത്താനൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇനിയും അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഗൗരവമായി തന്നെ കാണേണ്ട വിഷയമാണ്. കാരണം ഇത് തീരദേശ മേഖലയാണ്. അദ്ദേഹത്തിന് നിരവധി ആളുകളുമായുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ സമ്പർക്കം ആരെല്ലാമാണ് എന്നുള്ളത് അറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം സുരേഷ് എടുത്തു പറയേണ്ടത്, മെഡിക്കൽ കോളേജിൽ ഇപ്പോഴുള്ള 90 രോഗികളാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്, കോവിഡ് രോഗികളായി. ഇതിൽ 2 ആളുടെ നില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ ജീവൻ തന്നെ നിലനിർത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മറ്റൊരാളുടെ നിലയും കുറച്ച് മോശമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും കോഴിക്കോട് കൂടുതൽ കേസുകളോ സമ്പർക്കത്തിലൂടെയുള്ള മറ്റും കൂടുതൽ കേസുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതാണ് വിനേഷ്. കാരണം സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് കോവിഡ് വന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്കയുണ്ട്. അതോടൊപ്പം മെഡിക്കൽ കോളേജിൽ കഴിയുന്നവരുടെ ആരോഗ്യ നിലയിലുള്ള ആശങ്കയും. ആലപ്പുഴയാണ് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് അവിടെ കായംകുളത്തൊക്കെ ഈ പച്ചക്കറി വ്യാപാരിക്കും മരുമകൾക്കുമൊക്കെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ, കായംകുളത്താണ് അവിടെ ഏറ്റവും അധികം ആശങ്കയുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ജില്ലയുടെ പൊതു സ്വഭാവം ഇപ്പോൾ? ശരണ്യ, കേൾക്കാമോ ശരണ്യ? സുരേഷ, ഏറ്റവും ഒടുവിലായി 5 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ സമ്പർക്കത്തിലൂടെയുള്ള കേസുകളില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 21 മേൽ കേസുകൾ വരുന്ന ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ. അതിൽ തന്നെ സമ്പർക്കത്തിലൂടെ ഏകദേശം 4ഓളം കേസുകൾ ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കായംകുളം നഗരത്തിലടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. കോവിഡ് പോസിറ്റീവായ അച്ഛനും മകനും സഞ്ചരിച്ചതിനെ തുടർന്ന് ഉണ്ടായ നിയന്ത്രണങ്ങളാണ്. ഇതേ തുടർന്ന് ആലപ്പുഴ നഗരത്തിനകത്തും ബാക്കിയുള്ള ആളുകൾ കൂടുന്ന പ്രധാന തിരക്കേറിയ സ്ഥലങ്ങളിലെല്ലാം വലിയ നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഒരു പുതിയ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആലപ്പുഴയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഒപ്പം തന്നെ പോലീസും നഗരസഭ എച്ച്ഐയും അടക്കമുള്ള ടീമാണ് ഇപ്പോൾ വിവിധയിടങ്ങളിലായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അത് കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോവിഡ് കെയർ സെന്ററുകളിൽ പോലീസിന്റെ റാൻഡം ചെക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു. എന്തായാലും ഇത്രയധികം കേസുകൾ മുന്നോട്ട് പോകുമ്പോഴും സമ്പർക്കത്തിലൂടെയുള്ള കേസുകളില്ല. മാത്രമല്ല സമ്പർക്കത്തിലൂടെയുള്ളവയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതുമുള്ള ആത്മവിശ്വാസത്തിലാണ് ആലപ്പുഴ ജില്ല മുന്നോട്ട് പോകുന്നത്. ആത്മവിശ്വാസം തന്നെയാണ് ആരോഗ്യവകുപ്പിന് കൂടുതൽ ശക്തി നൽകുന്നതും. ആലപ്പുഴയിൽ നിന്നും ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇടുക്കിയിലെ സംസ്ഥാനത്ത് ഏറ്റവും കുറച്ച് കോവിഡ് രോഗികളുള്ള 2 ജില്ലകളാണ് ഇടുക്കിയും വയനാടും എന്ന് പറയുന്നത്. ഇടുക്കിയിൽ 51 പേരാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുവരെ 4478 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. 51 പേർ ആശുപത്രികളിൽ കഴിയുന്നു. 4427 പേരും വീടുകളിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇന്നലെ 5 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 4 പേരും സംസ്ഥാനത്ത് പുറത്തുനിന്നും എത്തിയവരാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരെ കൂടുതലായിട്ട് നമുക്ക് ക്വാറന്റൈൻ ചെയ്യാനും മറ്റേ കഴിയും. അതാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത്. എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇടുക്കിയുടെ വിവരം. സന്ദീപ് രാജക്കാട് നമ്മളോടൊപ്പം ചേരുന്നു. സന്ദീപ്, എന്താണ് ഇടുക്കിയിൽ ഇപ്പോഴത്തെ അവസ്ഥ? സന്ദീപ്,
സുരേഷ്, ഇടുക്കി ജില്ലയിൽ ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരും തന്നെ ഇവിടെ എത്തി കൃത്യമായ ക്വാറന്റൈൻ കഴിഞ്ഞ് വന്നിരുന്നവരായതുകൊണ്ട് തന്നെ ഒരു സമ്പർക്കമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇടുക്കി ജില്ലയിലില്ല. എന്നാൽ ആകെ ഒരു ആശങ്ക ഉയർത്തുന്നത് അതിർത്തി ജില്ലയായ തേനിയിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുന്ന് താൽക്കാലിക പാസിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നത് വലിയ ആശങ്കയാണ്. അതിർത്തിയിലെ പഞ്ചായത്തുകളെയും ഇത് ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാന്തൻപാറ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നു. കർശന നിയന്ത്രണങ്ങൾ അതിർത്തി മേഖലയിൽ ഏർപ്പെടുത്തണം, താൽക്കാലികമായി നൽകുന്ന പാസ് കൊടുക്കുന്നത് നിർത്തിവെക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അത് മാത്രമാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നിലവിലുള്ളത്. അതുപോലെ തന്നെ അതിർത്തി മേഖലയിലെ വനപാതകളിലടക്കം ശക്തമായ നിരീക്ഷണങ്ങൾ തുടർന്നു വരികയാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം അത് തന്നെ ആ ആശ്വാസം ഇടുക്കിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്ക് ഇനി എറണാകുളം ജില്ല, അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലകളുടെ ഒക്കെ വിവരങ്ങൾ അറിയാനുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളൊക്കെ കൊണ്ട് സംസാരിക്കുന്നു. തത്സമയം അതല്ല, ഒറ്റ മിനിറ്റ്, ഞാൻ ഇറങ്ങിയിരുന്നാലോ. ഈ ഒന്ന് നമ്മുടെ ഇത് എടുക്കാനല്ല, ഈ ഇത് കഴിഞ്ഞ് പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട്. ഈ പത്രക്കാരെ കാണുന്നുണ്ട്. ഞാനത് ഒരു മണിയോടുകൂടി കാണും. കേരളം കാത്തിരിക്കുകയാണ്. ഇനിയൊരു സാധ്യത ചർച്ചകൾക്ക് ഇല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ ഈ ഘട്ടത്തില്? നീതിയല്ലാത്ത ഒരു തീരുമാനമാണ് UDF എടുത്തിരിക്കുന്നത്. കേവലം ഒരു ഘടകകക്ഷി എന്നതിനപ്പുറം 38 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ കരുത്തുള്ള ഒരു അടിത്തറ പാകിയ ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എമ്മും മാണിസാറും. കേവലം ഒരു ലോക്കൽ ബോഡി പദവിക്ക് വേണ്ടി ആ ഹൃദയബന്ധം മുറിച്ചു. അത് സാധാരണക്കാരായ UDF പ്രവർത്തകരെ പോലും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ പേര് UDF, അത് പാലായിൽ നിന്നും കോട്ടയത്തു നിന്നും വിവിധ ജില്ലകളിൽ നിന്നൊക്കെ നേതാക്കന്മാരല്ല, പക്ഷേ അതോടൊപ്പം തന്നെ സാധാരണക്കാരായ പ്രവർത്തകർ ഫോണിൽ വിളിച്ചു, നിങ്ങളോട് കാണിച്ചിരിക്കുന്ന അനീതിയാണ്, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. വേറെ എത്രയോ സ്റ്റെപ്പുകളുണ്ട്, വേറെ എത്രയോ രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ അതല്ല, ഒറ്റയടിക്ക് അങ്ങ് മുറിച്ചു മാറ്റുക. ആ ഹൃദയബന്ധം മുറിച്ചു മാറ്റിയത് UDF പ്രവർത്തകർക്ക് വലിയ ഒരു മുറിവേറ്റിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനും മുമ്പും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കൂടുതൽ കരുത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പാർട്ടിയുടെ അവൈലബിൾ ആയിട്ടുള്ള, കാരണം ഷോർട്ട് നോട്ടീസാണ്, കോവിഡാണ്, അതുകൊണ്ട് എല്ലാവർക്കും വന്നെത്താൻ കഴിയില്ല. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ടുള്ള ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അതിനുശേഷം സംസാരിക്കാം. അല്ല, ഞാൻ അത് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ മുറിച്ചു മാറ്റിയത്. അത് ഞാൻ ചോദിച്ചത്, ഈ പറഞ്ഞ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കല്ലേ ഇത് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി ഇന്നലെ പറഞ്ഞിരുന്നു. ഞങ്ങളെ മുറിച്ചു മാറ്റി ആ ഹൃദയബന്ധം ഇങ്ങനെ അങ്ങ് കളഞ്ഞിരിക്കുകയല്ലേ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അങ്ങനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു ആഗ്രഹമോ ചെറുതായിട്ട് ഏതെങ്കിലും ഹൃദയത്തിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഇത് ചെയ്യുമോ? ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങൾ അവരുടെ ഒരു കാര്യവും ഏറ്റെടുക്കാനോ പിടിച്ചു പറിക്കാനോ പോയിട്ടില്ലല്ലോ. അവർക്ക് എടുക്കാവുന്ന ഒക്കെ എടുത്തുകൊണ്ട് പോട്ടെ. അതാണല്ലോ ശ്രമിച്ചത്. അതാണല്ലോ ഞാൻ മോശക്കാരനായത്. കേരള കോൺഗ്രസ് എമ്മിനെ സംരക്ഷിക്കാൻ നോക്കിയപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ദൃഷ്ടി ഞാൻ മോശക്കാരനായത്. മാണി സാർ വളർത്തിയെടുത്ത ആ പ്രസ്ഥാനത്തിനെ സംരക്ഷിക്കാൻ നോക്കി അല്ലേ? അതാണ് അവിടെ ഉണ്ടായത്. നിലപാട് സ്വീകരിക്കാൻ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പാർട്ടിയുടെ മീറ്റിംഗ് വരട്ടെ. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഡീറ്റെയിൽ കഴിയട്ടെ. നമുക്കുണ്ടല്ലോ ഇനി ഒത്തിരി സംസാരിക്കാനുണ്ട്, ദിവസങ്ങളുണ്ട്, മണിക്കൂറുകളുണ്ട്.
ആയിരുന്നു തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മുറിച്ചു മാറ്റിയിരിക്കുകയാണ് UDF-ൽ നിന്നും ജോസ് കെ മാണി പക്ഷത്തെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. ഇന്നലത്തെ പോലെ തന്നെ അനീതിയാണ് UDF കാണിച്ചത് എന്നുള്ള പരാതിയും ജോസ് കെ മാണി ഉന്നയിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നതിന് ശേഷം തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി വിശദീകരിക്കുന്നു. ഏതായാലും ജില്ലാ വാർത്തകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു കുറച്ച് ജില്ലകൾ കൂടി ഉണ്ടായിരുന്നു. ജോസ് കെ മാണിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം കോട്ടയത്ത് തുടങ്ങുകയും അതിനുശേഷം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇനി അത്തരം വാർത്തകളിലേക്കൊക്കെ വരാം. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത കാണാം. നമസ്കാരം.